പീരുമേട് വില്ലേജിലെ സർവേ 534, മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441 എന്നീ സർവേ നമ്പറിൽ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തെ എല്ലാ തരത്തിലുമുള്ള നിർമ്മാണങ്ങളും റവന്യൂ നിരോധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഈ ഭൂപ്രദേശത്തെ വസ്തു ഉടമസ്ഥരുടെ ഭൂരേഖകൾ പരിശോധനയ്ക്കായി ഹാജരാക്കുവാൻ ആവശ്യപ്പെടുകയും രേഖകൾ പരിശോധിച്ചു വരികയുമാണ്. പട്ടയം ലഭിച്ചും പരമ്പരാഗതമായി കൈവശം വെച്ച് വീട് വെച്ചും കൃഷി ചെയ്തും കഴിഞ്ഞവരും രജിസ്ട്രേഷൻ നടപടികളിലൂടെ ഭൂമി വിലയ്ക്ക് വാങ്ങിയവരുമായ ഗ്രാമ്പി, കല്ലാർ, ഓട്ടപ്പാലം, പീരുമേട് AR ഓഫീസ് ഭാഗം എന്നിവിടങ്ങളിൽ ജനങ്ങൾക്കെതിരെയാണ് ഈ അന്യായ നടപടികൾ. പരുന്തുംപാറ ഭൂമി കയ്യേറ്റം എന്ന പേരിൽ റവന്യൂ വകുപ്പ് നടത്തുന്ന ഈ നീക്കം ഈ പ്രദേശത്തെ ജനങ്ങളെ അവിടെ നിന്നും കുടിയിറക്കുന്നതിനാണ്. ഒപ്പം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന പരുന്തുംപാറയുടെ വികസനത്തെ തകർത്ത് നിർമ്മാണ ജോലികൾ ഉൾപ്പെടെ തൊഴിലാളികൾക്ക് ജോലിയും വരുമാനവും നിഷേധിക്കുന്നതുമാണ്. സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്തി ഭൂമി തിരികെ പിടിക്കണം. എന്നാൽ ഇപ്പോൾ നടക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ കൂടി ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളും അതിനു മുന്നോടിയായിട്ടുള്ള നിർമ്മാണ നിരോധനവുമാണ് ഈ തെറ്റായ നടപടികൾ. റവന്യൂ വകുപ്പ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്ക് ഓഫീസിലേക്ക് ഈ മാസം 11-ാം തീയതി വ്യാഴാഴ്ച മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. പീരുമേട് പഞ്ചായത്തിൽ ഉൾപ്പെട്ടു വരുന്ന പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534, മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441 പെട്ട ഭൂമി സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറിയതാണ് എന്ന നിലയ്ക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തുകയും ഭൂമിയുടെ പട്ടയരേഖകൾ പരിശോധനയ്ക്ക് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തുകയും തുടർന്നത് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം വരെ നിർമ്മാണ നിരോധനം നിലനിൽക്കാൻ വാർത്തകൾ വന്നതെല്ലാം മാധ്യമ വാർത്തകളെ തുടർന്നാണ് ഈ പ്രശ്നം റവന്യൂ വകുപ്പ് ഏറ്റെടുത്തുള്ള അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത്. മാധ്യമ വാർത്തകളിലെല്ലാം പറയുന്നത് പരുന്തുംപാറയിൽ ഭൂമി കയ്യേറ്റം എന്ന നിലയ്ക്കാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് പരുന്തുംപാറയിൽ ഭൂമി കയ്യേറ്റം എന്ന നിലയ്ക്കാണ്. യഥാർത്ഥത്തിൽ പരുന്തുംപാറയിൽ സർക്കാർ ഭൂമി അല്ലാതെ റവന്യൂവിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഭൂമി അല്ലാതെ മറ്റ് സ്വകാര്യ വ്യക്തികളുടെ കൈവശം ഭൂമിയില്ല. ഇവർ ഈ പറയുന്ന ഭൂപ്രദേശം വരുന്നത് കല്ലാറ്, ഗ്രാമ്പി, ഓട്ടപ്പാലം, പീരുമേട് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളാണ്. ഇപ്പം നിലവിൽ ആ പ്രദേശത്ത് നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയത് വഴി ദിവസേന നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഏതാണ്ട് 300ഓളം വരുന്ന ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ജോലി നഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ മറ്റ് നിർമ്മാണ ഭവന നിർമ്മാണ പദ്ധതികൾ, സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽപ്പെട്ട വീട് നിർമ്മിക്കുന്നതിന് പോലും കഴിയാത്ത സ്ഥിതിയുണ്ട്. 1653 പേരാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് തയ്യാറാക്കി നൽകിക്കൊണ്ടിരിക്കുന്നത്. 1653 പേർക്ക് നോട്ടീസ് ഇതുവരെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 സർവേ നമ്പറുകൾ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രദേശങ്ങൾ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ ഭീതിയിലാക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ജില്ലാ ഭരണകൂടം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭൂമി ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും കണ്ടുപിടിക്കണം. ആ ഭൂമി തിരികെ പിടിക്കുകയും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും വേണം. എന്നാൽ 4 ഭൂപ്രദേശങ്ങളിൽ വരുന്ന 4 പ്രദേശങ്ങളിലായി വരുന്ന ആളുകളെ ആകെ ഭീതിയിലാക്കുന്ന തരത്തിലുള്ള നടപടികൾ പരുന്തുംപാറ എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ വികസനം തടസ്സപ്പെടുന്നതിനും ഒപ്പം തന്നെ ആ പ്രദേശത്തെ പീരുമേട് MLA വാഴൂർ സോമൻ സമരം ഉദ്ഘാടനം ചെയ്യും. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K രാജൻ, IUML ജില്ലാ കമ്മിറ്റി അംഗം റഷീദ് സുലൈമാൻ, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാമ്പനാർ യൂണിറ്റ് പ്രസിഡന്റ് TJ മാത്യു, വ്യാപാരി വ്യവസായ സമിതി പാമ്പനാർ യൂണിറ്റ് പ്രസിഡന്റ് S ജോൺ പോൾ, കൺവീനർ R ദിനേശൻ തുടങ്ങിയവർ പങ്കെടുക്കും.